ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിൽ വൻ പ്രതിഷേധം. വനം, പോലീസ്, റവന്യൂ വകുപ്പുകളുടെ ഏകോപനം വയനാട്ടിൽ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ 40 ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ അനുമതി. കേരളത്തെ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡ്. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് GSLV-14 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. വൈകിട്ട് കൃത്യം 5:35 തന്നെ വിക്ഷേപണം നടന്നു. വിക്ഷേപണം കഴിഞ്ഞ് 20 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹത്തെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിച്ചതായി ISRO ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു. കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കരയിലെയും സമുദ്രത്തിലെയും പ്രതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതുവഴി കാലാവസ്ഥാ പ്രവചനവും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇൻസാറ്റ് 3DS ലക്ഷ്യം. വയനാട്ടിൽ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താൽ പൂർണ്ണം. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് ജീവനക്കാരൻ പോളിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർ പോളിന്റെ മൃതദേഹം പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ സംസ്കരിച്ചു. വലിയ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വയനാട്ടിലുണ്ടായത്. UDF, LDF, BJP എന്നീ പാർട്ടികൾ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പോളിന്റെ കുടുംബത്തിന് അടിയന്തരമായി 10 ലക്ഷം രൂപ നൽകാനും പോളിന്റെ ഭാര്യയ്ക്ക് വനംവകുപ്പിൽ സ്ഥിരം ജോലി നൽകാനും മകളുടെ പഠനം ഏറ്റെടുക്കുമെന്നും ഉറപ്പ് നൽകി. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കണ്ടെത്തുവാനായി 250 CCTV ക്യാമറകൾ വയ്ക്കുവാനും നിർദ്ദേശം നൽകി. കൂടാതെ വനം, പോലീസ് വകുപ്പുകളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. നാളെ രാഹുൽ ഗാന്ധി MP വയനാട് ജില്ല സന്ദർശിക്കും. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ 250 പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കും. വനം, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കും. അതിർത്തി സംസ്ഥാനങ്ങളുമായുള്ള ഏകോപന യോഗത്തിന് ശേഷം കർണാടകയിൽ നിന്ന് 25 വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ പിടികൂടാനുള്ള സംഘത്തോടൊപ്പമുണ്ട്. ആവശ്യമുള്ള ഇടങ്ങളിൽ പോലീസ്, വനം വകുപ്പ് ജീവനക്കാരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വയനാട്ടിലെ സാഹചര്യം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ചു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വന്യജീവി അക്രമത്തിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കാട്ടാനയുടെ ചവിട്ടേറ്റ വനം വകുപ്പ് വാച്ചറായ പോളിന്റെ മരണത്തിൽ യഥാസമയം ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. വയനാട് ജില്ലാ കളക്ടറും വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 40 പുതിയ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നതിന് ആരോഗ്യവകുപ്പ് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി വീണ ജോർജ്. പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തെ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂൾ കെട്ടിടം തറക്കല്ലിടലും ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമായി മാറുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഭിന്നശേഷി സൌഹൃദ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ മനോഭാവത്തിലും മാറ്റം വരണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു.
ഇതോടെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡായി. ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ രണ്ടാംഘട്ട പര്യടനം തുടരുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നടുവട്ടത്തും കല്ലുത്താങ്കടവിലും പര്യടനം നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം കൊഞ്ചിറവിള, വാഴപ്പിള്ളി എന്നിവിടങ്ങളിൽ ആയിരുന്നു. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്ക്, കുടപ്പനക്കുന്ന് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച പര്യടനം നടക്കും. ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലും മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. രോഗനിരീക്ഷണ മേഖലയിൽ പന്നികളെയും പന്നി മാംസ ഉൽപ്പന്നങ്ങളും കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും നിരോധിച്ചു. പന്നി ഫാമുകളിലും പന്നി വളർത്തൽ കേന്ദ്രങ്ങളിലും മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തും. സത്സംഗ് ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ആക്കുളത്ത് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര യോഗ ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും ഇന്ന് വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള യോഗയിൽ പരിശീലകർക്കടക്കം ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ യോഗ കേന്ദ്രത്തിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA, സത്സംഗ് ഫൌണ്ടേഷൻ സ്ഥാപകൻ ശ്രീ M തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നും നാളെയും കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നവകേരള സൃഷ്ടിക്കായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിക്ക് നാളെ തുടക്കമാകും. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടക്കുന്ന വിദ്യാർത്ഥി സംഗമത്തോടെയാണ് മുഖാമുഖ ചർച്ചകൾക്ക് തുടക്കമാകുന്നത്. സംയോജിത നദീതട മാനേജ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പമ്പ നദീതട പദ്ധതി പങ്കാളികൾക്കായുള്ള ശില്പശാല ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നദികളെ സംരക്ഷിക്കാനും നദീതടങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളെ കൂടുതൽ പരിപാലിക്കാനും ലക്ഷ്യമിട്ടുള്ള ആക്ഷൻ പ്ലാനാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിൽ വൻ പ്രതിഷേധം. വനം, പോലീസ്, റവന്യൂ വകുപ്പുകളുടെ ഏകോപനം വയനാട്ടിൽ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ 40 ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ അനുമതി. കേരളത്തെ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡ്. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.